ഹലോ എവരി വൺ. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസിനകത്തുള്ള ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡബിൾ ഇൻ്റഗ്രൽ. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിളാണ്. സോ ലെറ്റ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ബി എ കണ്ടിന്യൂവസ് ഫംഗ്ഷൻ in the region R. Then the double integral of f of xy over the region R is given by the answer double integral over R f of xy dA. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഒരു റീജിയനിലാണ്. ഓക്കെ, ആ റീജിയനാണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ എഫ് ഓഫ് എക്സ് വൈയുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നില്ല, പകരം ഈ റീജിയനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ റീജിയൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിൻ. ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു റീജിയനാണ് നമുക്ക് പറഞ്ഞിരിക്കുക. അപ്പോൾ റീജിയൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി എ റെക്ടാങ്കുലർ റീജിയൻ, എന്ത് വേണമെങ്കിലും ആവാം. ഇതാണ് നമ്മുടെ ആർ എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്ന റീജിയൻ ഇതാണ്. അപ്പോൾ ഈ വിത്ത് റെസ്പെക്ട് ടു ദിസ് റീജിയൻ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡി എ എന്ന് പറയുന്നത് ഈ ആറിനകത്തുള്ള വളരെ ചെറിയൊരു പോർഷനാണ് ഡി എ എന്നാണ് ഉദ്ദേശിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. സോ വാട്ട് വി ഡു ഇസ്, ഇതെങ്ങനെ നമുക്ക് ഈ ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെത്തേഡ്സാണ്, രണ്ട് രീതിയിലാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ, ഈ ഡബിൾ ഇൻ്റഗ്രൽ നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇതാണ്. ഫസ്റ്റ് കേസിൽ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നതിന് നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ, ഈ ഡി എ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം. ഡി എക്സ് ഡി വൈ, അതായത് ആദ്യം അതിനെ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, പിന്നെ വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ റീജിയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റീജിയൻ, ഓക്കെ, പിന്നെ അവിടെ കൺസിഡർ ചെയ്യുന്ന റീജിയൻ ഇതാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ആൻഡ് ദിസ് ഈസ് എ റീജിയൻ. ഈ ഡോട്ട് ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ റീജിയൻ എന്ന് വിചാരിക്കും. ഇതാണ് ആർ എന്ന് പറയുന്ന റീജിയൻ എന്ന് വിചാരിക്കും. ഇതാണ് റീജിയൻ എങ്കിൽ, ഓക്കെ, ഇതാണ് നമ്മുടെ റീജിയൻ എങ്കിൽ വാട്ട് വി ഡു ഇസ് ഡി എക്സ് ഡി വൈ ആണെങ്കിൽ ഇതിനകത്ത് നമ്മളൊരു ചെറിയൊരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഇങ്ങനെ വരയ്ക്കും. ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് നമ്മൾ വരയ്ക്കും. ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറയും. അതിനുശേഷം ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ്, ഈ സ്ട്രിപ്പിൻ്റെ ലെഫ്റ്റ് എൻഡ് ഏത് കർവിലാണെന്ന് നോക്കും, റൈറ്റ് എൻഡ് ഏത് കർവിലാണെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്നും നമ്മൾ എക്സ് കണ്ടുപിടിക്കും. എക്സ് ഇസ് ഈക്വൽ ടു സം ഒരു വൈയിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾക്ക് സം g1 ഓഫ് എക്സ് എന്ന് കിട്ടും. ഈ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു സം g1 ഓഫ് വൈ എന്ന് കിട്ടും. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു g2 ഓഫ് വൈ എന്ന് കിട്ടും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ കർവ് ഉണ്ടല്ലോ, ഈ കർവിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കണം, അതാണ് ഉദ്ദേശിക്കുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു g1 ഓഫ് വൈ എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ എക്സ് ഇസ് ഈക്വൽ ടു g2 ഓഫ് വൈ എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദെൻ അതിനുശേഷം നമ്മൾ ഈ സ്ട്രിപ്പ് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം മുകളിലേക്കും താഴേക്കും. അപ്പോൾ ഈ റീജിയനകത്ത് മാക്സിമം ഇത് എവിടം വരെ പോകുമെന്ന് നോക്കാം. ഈ റീജിയനകത്ത് മാക്സിമം പോകുന്നത് ഈ എൻഡ് വരെ ഇത് വരാം, അത്രയും ഈ റീജിയനിലുള്ള പോർഷനാണ്. ഇവിടം വരെ ഈ സ്ട്രിപ്പ് നമുക്ക് മുകളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാം. അല്ല താഴേക്ക് വന്നാൽ ഈ പോർഷൻ വരെ നമുക്കിത് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് സം വൈ ഈസ് ഈക്വൽ ടു ഒരു സി ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്ന രണ്ട് ലൈൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് ഇൻ്റഗ്രൽ ഡി എക്സ് ഡി വൈ എടുത്തിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വി മീൻ ഇസ് ദാറ്റ് നമ്മളൊരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കുന്നു, അതിൻ്റെ ലെഫ്റ്റ് എൻഡ് ആദ്യം കണ്ടുപിടിക്കുന്നു, അതായിരിക്കും എക്സിൻ്റെ ആദ്യത്തെ ലിമിറ്റ്. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു g1 of y
ടു ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു g2 ഓഫ് വൈ എന്ന് കിട്ടും. അതിനുശേഷം വൈയുടെ ലിമിറ്റ് ആണ്. അപ്പോൾ ആദ്യം എക്സിൻ്റെ ലിമിറ്റ് നമ്മൾ എഴുതി, എക്സിൻ്റെ ലിമിറ്റ് എഴുതി. ഫസ്റ്റ് ഇന്നർ ഇൻ്റഗ്രൽ ആണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി ഔട്ട്സൈഡ് ഇൻ്റഗ്രലാണ്, അതാണ് dy എന്ന് പറയുന്നത്. അപ്പോൾ വൈയുടെ വേരിയേഷൻ എവിടെ നിന്ന് പറയാം? ഈ സ്ട്രിപ്പ് ഏറ്റവും മുകളിൽ മുതൽ താഴെ വരെ എവിടെ വരെ വരും എന്നുള്ള ആ ദൂരം നോക്കിയാൽ മതി. ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ ഇത് y ഈക്വൽ ടു c ആണ്, ടോപ്പ് എൻഡിൽ y ഈക്വൽ ടു d ആണ്. അപ്പോൾ ഔട്ട്സൈഡ് ഇൻ്റഗ്രലിൽ വൈയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു c ടു d ആണ്. ഓക്കെ, ഇതാണ് ഡി എക്സ് ഡി വൈ വെച്ചിട്ട് ഈ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അതിൻ്റെ ഫിഗർ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഡി വൈ ഡി എക്സ് വെച്ചിട്ട് നമുക്ക് ഇതേ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ. പക്ഷേ ഇവിടെ നമ്മൾ ഡി എക്സ് ഡി വൈ അല്ല, പകരം ഡി വൈ ഡി എക്സ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി വൈ ഡി എക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റീജിയൻ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ പരിഗണിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് വൈയുടെ വേരിയേഷൻസ് ആണ് നോക്കുക. റൈറ്റ്, ഈ റീജിയൻ തന്നെയാണെന്ന് വിചാരിക്കാം, ഇത് തന്നെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ്, വൈ വേരിയേഷൻ ആദ്യം എടുക്കണം. വൈ എന്ന് വെച്ചാൽ വെർട്ടിക്കലാണ്. അപ്പോൾ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് ഫസ്റ്റ് നമ്മൾ പരിഗണിക്കുന്നത്, ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ആ വെർട്ടിക്കൽ സ്ട്രിപ്പിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം ഏത് കർവിലാണ് ടച്ച് ചെയ്തിരിക്കുക, അതൊക്കെ നമ്മൾ y കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ കർവിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു സം g1 ഓഫ് എക്സ് എന്ന് എഴുതാം. ഇതിൻ്റെ മുകളിലത്തെ ഈ പോർഷൻ y ഈസ് ഈക്വൽ ടു സം g2 ഓഫ് y എന്ന് എഴുതാം, g2 ഓഫ് എക്സ് എന്ന് എഴുതാം. റൈറ്റ്, അപ്പോൾ ഇതാണ് ഈ മുകളിലത്തെയും താഴത്തെയും കർവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ y കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രിപ്പിൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻ ഏത് കർവിലാണോ ടച്ച് ചെയ്തിരിക്കുക അതിൽ നിന്ന് y കണ്ടുപിടിക്കുക. ഏറ്റവും മുകളിലത്തെ പോർഷൻ ഏത് കർവിലാണോ ടച്ച് ചെയ്തിരിക്കുക അവിടെ നിന്ന് y കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ വൈയുടെ ലിമിറ്റ് കിട്ടും. അതിനുശേഷം ഇതിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം, ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും മൂവ് ചെയ്യിപ്പിക്കാം. റൈറ്റ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ലെഫ്റ്റ് എൻഡ് മാക്സിമം എവിടം വരെ വരുമെന്ന് നോക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് എൻഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഏറ്റവും ലെഫ്റ്റിൽ ഇവിടം വരെ വരും. ഈ പോയിന്റ് വരെ വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു സം സി ആണ്. റൈറ്റ് സൈഡിൽ ഈ ഫംഗ്ഷൻ ഇത് മൂവ് ചെയ്താൽ ഇവിടം വരെ വരും. അപ്പോൾ ഈ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം y കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് g1 ഓഫ് എക്സ് ടു g2 ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം g1 ഓഫ് എക്സ് ടു g2 ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ y ഈസ് ഈക്വൽ ടു ആണ് നമ്മൾ എഴുതുക. y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ലിമിറ്റ് കൊടുക്കണം. അത് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സി മുതൽ ഡി വരെ ആയിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു സി ടു ഡി ആയിരിക്കും ഇതിൻ്റെ വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നമ്മുടെ മെത്തേഡ് എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ഡബിൾ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മളിത് ഒരു റീജിയൻ കിട്ടിയാൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഡി എക്സ് ഡി വൈ ആണെങ്കിൽ വി ഫൈൻഡ് ദ ഇൻ്റഗ്രൽ ബൈ ടേക്കിംഗ് ഹൊറിസോണ്ടൽ സ്റ്റെപ്പ്. ഡി വൈ ഡി എക്സ് ആണെങ്കിൽ വി ഫൈൻഡ് ദ ഇൻ്റഗ്രൽ ബൈ ടേക്കിംഗ് വെർട്ടിക്കൽ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചോദിക്കാം. ഇതുപോലൊരു ഫംഗ്ഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ റീജിയൻ വരയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് ഇവിടെ തന്നെ തന്നിട്ടുണ്ടാവും, ഈ ലിമിറ്റൊക്കെ ഇവിടെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എക്സ് കൊണ്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ആൻഡ് ദെൻ വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇനി അതല്ല ഇതാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആദ്യം വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, പിന്നെ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എക്സിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചില ക്വസ്റ്റ്യൻ ലിമിറ്റ് തന്നിട്ടുണ്ടാവില്ല, പകരം ഈ റീജിയനെ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ റീജിയനിൽ നിന്നും നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഓക്കെ, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും ഈ റീജിയൻ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഈ റീജിയൻ തന്നിരുന്നാൽ ഇത് ഈ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് ചില ഡബിൾ ഇൻ്റഗ്രൽസ് നമുക്ക് തരും, ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഏതായാലും പ്രോബ്ലംസ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 dx dy by 1 plus x plus y. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 1/1 plus x plus y ആണ്. ഇതിനാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഡി എക്സിനെയാണ്. ഡി എക്സ് ഫസ്റ്റ് ഡി എക്സിലെ വന്നിരിക്കും, ഉള്ളിലുള്ള ഡി എക്സ് ആണ്. അപ്പോൾ ആദ്യം എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ ലിമിറ്റ് ആയിരിക്കും.
ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതിനുശേഷം നമുക്കൊരു ആൻസർ കിട്ടും. അതിനെയാണ് നമ്മൾ y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആ വൈയുടെ ലിമിറ്റ് ആയിരിക്കും പുറത്ത് കൊടുത്തിട്ടുണ്ടാവുക. y ഇസ് ഈക്വൽ ടു 0 ടു y ഇസ് ഈക്വൽ ടു 1 എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ റീജിയൻ വേണമെങ്കിൽ നമുക്ക് റീജിയൻ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇതാണ് റീജിയൻ, എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1. നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ പ്രോബ്ലത്തിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നമുക്ക് നോക്കാം. ഇവിടുത്തെ റീജിയൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1. അതാണ് ഫസ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലേ, എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1. അടുത്ത് y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്, y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു 1. ഇനി നമ്മുടെ എക്സ് വൈ പ്ലെയിനിൽ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം വരച്ച് നോക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കർവ്സ് എല്ലാം വരയ്ക്കുക. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു, എക്സ് ഈക്വൽ ടു 0 ഇസ് ദ y ആക്സിസ്, y ഈക്വൽ ടു 0 ഇസ് ദി എക്സ് ആക്സിസ്, എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1ൽ കൂടി പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ, y ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ 1ൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കോമൺ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, ഇതാണ് നമ്മൾ ആർ എന്ന് പറയുന്ന റീജിയൻ. ഇവിടെ നമ്മൾ dx dy വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്തിരിക്കുക. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ് നോക്കും, ലെഫ്റ്റ് ഹാൻഡ് ടച്ച് ചെയ്തിരിക്കുന്ന എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 0. റൈറ്റ് ഹാൻഡ് ടച്ച് ചെയ്തിരിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1ലാണ്. ഈ കർവ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. റൈറ്റ്, ഇപ്പോൾ കണ്ട എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എക്സിൻ്റെ വാല്യൂ 0 ടു 1 ആയിരിക്കും, എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1. അതിനുശേഷം നമ്മൾ ഇത് മൂവ് ചെയ്യിപ്പിക്കും, മുകളിലേക്കും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ താഴെ എവിടം വരെ വരും, ഏറ്റവും താഴെ y ഈക്വൽ ടു 0 വരും. മാക്സിമം എവിടം വരെ പോകും, y ഈക്വൽ ടു 1 വരെ വരും. ഇതാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്രോബ്ലം ഇങ്ങനെ തന്നു കഴിഞ്ഞാലും ഇതിൻ്റെ റീജിയൻ ഇങ്ങനെ വരയ്ക്കാനും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഈ പ്രോബ്ലത്തിന് അതിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ കൂടി നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റെക്റ്റാങ്കുലർ റീജിയനാണ്. അതായത് ഈ ലിമിറ്റ് എല്ലാം കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ഇതുപോലെ രണ്ട് ഹൊറിസോണ്ടൽ രണ്ട് വെർട്ടിക്കൽ ലൈൻസ് ആയിട്ട്, അപ്പോൾ അതിനിടയ്ക്കുള്ള റീജിയൻ ഓൾവേസ് യു വിൽ ഗെറ്റ് എ റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ എല്ലാം കോൺസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ ആയിരിക്കും. അതാണ് ഏറ്റവും എളുപ്പമുള്ള പ്രോബ്ലം എന്ന് പറയാം. എനിവേ, അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ പറഞ്ഞു ഏറ്റവും ഉള്ളിലുള്ള ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ഇൻ്റഗ്രൽ 0 ടു 1 dx ബൈ 1 പ്ലസ് എക്സ് പ്ലസ് വൈ. ഇതാണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻ്റഗ്രൽ, ഈ പോർഷൻ. ഓൾറൈറ്റ്, അപ്പോൾ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ 1 ബൈ 1 പ്ലസ് എക്സ് പ്ലസ് വൈയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 1 ബൈ എക്സിൻ്റെ ഫോം ആണല്ലേ. 1 ബൈ എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് എക്സ് പ്ലസ് വൈ ആണെന്നുള്ളത്. അപ്പോൾ 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് 1 പ്ലസ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇവിടെ 1 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി ഇതിനൊരു ലിമിറ്റ് അപ്ലൈ ചെയ്യണം, 0 ടു 1 ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന എക്സിനാണ്, കാരണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എക്സ് കൊണ്ടാണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്, എക്സിനാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ദി ആൻസർ ഇസ് ലോഗ് ഓഫ് 1 പ്ലസ് 1 പ്ലസ് വൈ മൈനസ് ലോഗ് ഓഫ് 1 പ്ലസ് 0 പ്ലസ് വൈ. എക്സിന് അപ്പർ ലിമിറ്റ് 1 കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. ഇങ്ങനെ കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ലോഗ് 2 പ്ലസ് വൈ മൈനസ് ലോഗ് 1 പ്ലസ് വൈ എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ നമുക്കിതിങ്ങനെ ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വീണ്ടും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. റൈറ്റ്, അപ്പോൾ ഇത് എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കിട്ടുന്ന ആൻസറിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സി, ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ ആൻസറിനെയാണ് നമുക്ക് അടുത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഇൻ്റഗ്രൽ ഫ്രം 0 ടു 1 അഗെയിൻ ദിസ് ആൻസർ ലോഗ് 2 പ്ലസ് വൈ മൈനസ് ലോഗ് 1 പ്ലസ് വൈ ഡി വൈ. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ലോഗ് 2 പ്ലസ് വൈ മൈനസ് ലോഗ് 1 പ്ലസ് വൈ ഡി വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് ആണ്. എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഫോമിൽ എടുക്കുമ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ലോഗ് 2 പ്ലസ് വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇതാണ്, 2 പ്ലസ് വൈ ലോഗ് 2 പ്ലസ് വൈ മൈനസ് 2 പ്ലസ് വൈ. അതാണ് ഫസ്റ്റ് ഇൻ്റഗ്രൽ.
ആദ്യത്തെ ഇൻ്റഗ്രൽ നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ അതാണ് കിട്ടും. അടുത്ത ഇൻ്റഗ്രൽ മൈനസ് ലോഗ് 1 പ്ലസ് വൈ ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് മൈനസ് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് വൈ ആണ് അല്ലേ. അപ്പോൾ 1 പ്ലസ് വൈയുടെ ഇൻ്റഗ്രൽ ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ 1 പ്ലസ് വൈ ടൈംസ് ലോഗ് 1 പ്ലസ് വൈ മൈനസ് 1 പ്ലസ് വൈ എന്നാണ്. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്താൽ 2 പ്ലസ് വൈ ലോഗ് 2 പ്ലസ് വൈ മൈനസ് 2 പ്ലസ് വൈ മൈനസ് 1 പ്ലസ് വൈ ലോഗ് 1 പ്ലസ് വൈ മൈനസ് മൈനസ് പ്ലസ് 1 പ്ലസ് വൈ എഴുതാം. ഫ്രം നമ്മുടെ ലിമിറ്റ് 0 to 1 തന്നെയാണ്. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, വൈക്കാണ് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 2 പ്ലസ് 1 3 ലോഗ് 3 മൈനസ് ഇവിടെ 1 കൊടുക്കുമ്പോൾ 3 മൈനസ് 2 ലോഗ് 2 പ്ലസ് 2. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് 2 ലോഗ് 2 പ്ലസ് വൈക്ക് 0 ആണ് കൊടുക്കുക പ്ലസ് 2 പ്ലസ് വൈ 0 കൊടുക്കുമ്പോൾ ലോഗ് 1 0 വരും പ്ലസ് 1 വരും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ മൈനസ് 1 ആണ്. മൈനസ് പ്ലസ് പ്ലസ് മൈനസ്. ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതിയല്ലോ. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക 3 ലോഗ് 3 മൈനസ് ഇവിടെ ഒരു ലോഗ് 2 ഉണ്ട്, ഇവിടെ ഒരു ലോഗ് 2 ഉണ്ട്. ഇവിടെ മൈനസ് 2 ലോഗ് 2, ഇവിടെ മൈനസ് 2 ലോഗ് 2. അപ്പോൾ ആൻസർ മൈനസ് 4 ലോഗ് 2. അടുത്തത് 2 പ്ലസ് 2 4 മൈനസ് 4 0 എന്ന് കിട്ടും. അപ്പോൾ 3 ലോഗ് 3 മൈനസ് 4 ലോഗ് 4 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇന്നർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇൻ്റഗ്രൽ 0 to 1 dx by 1 plus x plus y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ y കോൺസ്റ്റന്റ് ആണ്. ആ കിട്ടുന്ന ആൻസറിന് പുറത്ത് ഇൻ്റഗ്രൽ ചെയ്യുക. ഇൻ്റഗ്രൽ 0 to 1 dy കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറയാം. ഓൾറൈറ്റ്, ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 to a ഇൻ്റഗ്രൽ 0 to b 1 by root of a square minus x square ടൈംസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ് ആണ്. അപ്പോൾ ഡി വൈ ഡി എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതാണ് വൈയുടെ ലിമിറ്റ് എന്ന് പറയാം. റൈറ്റ്, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പറയാം y ഈക്വൽ ടു 0 to y ഈക്വൽ ടു b ആൻഡ് ദെൻ x ഈക്വൽ ടു 0 to x ഈക്വൽ ടു a എന്ന് പറയും. അപ്പോൾ റീജിയൻ നമ്മൾ വരച്ചാൽ നമുക്ക് ഇതൊക്കെയാണ് കിട്ടുക. y ഈക്വൽ ടു 0 y ഈക്വൽ ടു b ആൻഡ് x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു a. അപ്പോൾ ഗ്രാഫ് വരച്ചാൽ y ഈക്വൽ ടു 0 ഇസ് ദ x ആക്സിസ്. ഓക്കെ, y ഈക്വൽ ടു 0 is the x axis and y equal to b. അപ്പോൾ ഇതാണ് y equal to b എന്ന് പറയാം. x equal to 0 y axis, x equal to a. ഓക്കെ, ഇത് കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയാം. ഇവിടെ നമ്മൾ ഡി വൈ ഡി എക്സ് വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡി വൈ ഡി എക്സ് എന്ന് വെച്ചാൽ നമ്മളൊരു വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഒരു വെർട്ടിക്കൽ സ്റ്റെപ്പ് എടുക്കും, എന്നിട്ട് ഈ വെർട്ടിക്കൽ സ്റ്റെപ്പിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ഏത് കർവിലാണ് ടച്ച് ചെയ്തിരിക്കാമെന്ന് നോക്കും. അപ്പോൾ അത് y ഈക്വൽ ടു 0-ലാണ്. അതുകൊണ്ട് തന്നെ y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് y ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പർ ലിമിറ്റ് ഇത് മോഡിൽ എവിടെയാണ് ടച്ച് ചെയ്തിരിക്കാമെന്ന് നോക്കും. അത് y ഈസ് ഈക്വൽ ടു b-ലാണ്. അതിനുശേഷം ഇത് മൂവ് ചെയ്യിപ്പിക്കും ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഈ സ്ട്രിപ്പ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ ഓക്കെ ഇതിനെ കവർ ചെയ്യുന്ന റീജിയൻ എവിടം വരെ വരുമ്പോഴാണ് നോക്കുക ലെഫ്റ്റ് എൻഡിൽ. അത് x ഈക്വൽ ടു 0 മുതൽ x ഈക്വൽ ടു a വരെയാണ്. അപ്പോൾ അങ്ങനെയാണ് x ഈക്വൽ ടു 0 ടു x ഈക്വൽ ടു a എന്ന് നമുക്ക് കിട്ടുക. റൈറ്റ്, ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻസൈഡ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം ഓരോന്നും. അപ്പോൾ ഇൻസൈഡ് ഇൻ്റഗ്രൽ ഇതാണ് y ഈക്വൽ ടു 0 ടു b 1 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ ടൈംസ് റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ dy. y കൊണ്ട് മാത്രം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എക്സും എക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നമുക്കൊന്നും ചെയ്യേണ്ടത് ഔട്ട് സൈഡ് എടുക്കാം. അത് എക്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് ലിമിറ്റാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എയുടെ ലിമിറ്റാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എ എന്നായിട്ട്.
Okay, this is b square, okay, not a but this is b square. അപ്പോൾ അത് y by b എന്നാണ് കിട്ടുക, y by b, സൈൻ ഇൻവേഴ്സ് ഓഫ് y by b. എന്നിട്ട് ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് y by bക്ക് നമ്മൾ ലിമിറ്റ് കൊടുക്കണം, 0 to b എന്നാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ yക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. സോ 1 by root of a square minus x square times sin inverse of b by b minus sin inverse of 0 എന്ന് കിട്ടും. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുക, റൈറ്റ്. സൈൻ ഇൻവേഴ്സ് ബി ബൈ ബി 1 ആണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 0 0 അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ പൈ ബൈ 2 ടൈംസ് 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ഇൻസൈഡ് ഇൻ്റഗ്രൽ. ഇനി നമ്മൾ ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കും. ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to a, നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ 1 by 2 root of a square minus x square. ഓക്കെ, dx ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എക്സ് കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by 2 കോൺസ്റ്റൻ്റ് ആണ്. 1 by root of a square minus എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യാം ഫ്രം 0 to a. എക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 by 2 ടൈംസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് കിട്ടും. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് വീണ്ടും പൈ ബൈ 2 ആണ്, നമ്മൾ 1 by 2 എന്ന് എഴുതുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 is pi by 2. Okay, so here again it's pi by 2. That is pi by 2 times pi by 2 minus sin inverse of 0 equal to 0. Then answer pi square by 4 ആയിരിക്കും. Pi square by 4 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്. കൺസിഡർ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r x square plus y square dx dy where r is the rectangular region defined by -1 less than or equal to x less than or equal to 2, 0 less than or equal to y less than or equal to 2. അതായത് ഇതും നമുക്ക് കൃത്യമായിട്ട് എക്സിൻ്റെയും വൈയുടെ ലിമിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -1, പിന്നെ ബൗണ്ടറീസ് നോക്കിയാൽ മതി. അതായത് എക്സ് ഇസ് ഈക്വൽ ടു -1, അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 0 ആൻഡ് y ഈക്വൽ ടു 2. ഈ 4 എണ്ണം വരച്ച് നോക്കാം. ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു -1, അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 2, y is equal to 0 x axis and y is equal to 2. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. ഈ റീജിയൻ ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റെക്ടാങ്കുലർ റീജിയൻ ആണ്. ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഡി എക്സ് ഡി വൈ ആണ് അല്ലേ. അപ്പോൾ ഡി എക്സ് ഡി വൈ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എടുക്കുക, ഓക്കെ. ഇതിൻ്റെ ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും എവിടെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് എൻഡ് എവിടെയാണ്? ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു -1, റൈറ്റ് എൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2 അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നേരം ഇതെങ്ങനെ എഴുതാം? സോ ദിസ് ഇൻ്റഗ്രൽ ഈസ് ഗോയിങ് ടു ബി ഡബിൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ ആണ്. ഫസ്റ്റ് എക്സിൻ്റെ ലിമിറ്റ് നോക്കാം. അപ്പോൾ എക്സിൻ്റെ ലെഫ്റ്റ് എൻഡ് എക്സ് ഇസ് ഈക്വൽ ടു -1 ടു എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്, റൈറ്റ്. അപ്പോൾ ലെഫ്റ്റ് എൻഡ് എക്സ് ഇസ് ഈക്വൽ ടു -1, റൈറ്റ് എൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. ഇനി ഇത് മൂവ് ചെയ്യിപ്പിക്കാം, വെർട്ടിക്കലി മൂവ് ചെയ്യിപ്പിക്കാം, റൈറ്റ്. നേരെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഏറ്റവും താഴെ എവിടെ വന്ന് ടച്ച് ചെയ്യുന്ന നോക്കാം. ഏറ്റവും താഴെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും വൈയുടെ ലിമിറ്റ്. അതാണ് y is equal to 0, റൈറ്റ്. y equal to 0 ടു അപ്പർ ലിമിറ്റ് y is equal to 2 എന്ന് കിട്ടും. y is equal to 2. അപ്പോൾ ഈ ഇൻ്റഗ്രലായിരിക്കും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, റൈറ്റ്. ഈ ഇൻ്റഗ്രലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് ഇൻസൈഡ് ഇൻ്റഗ്രൽ ആദ്യം നോക്കാം. ഇൻ്റഗ്രൽ -1 to 2 x square plus y square dx. എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ്, ആദ്യം എക്സ് കൊണ്ടാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ -1 to 2 x square plus y square dx. അപ്പോൾ ഇതിനെ എക്സ് കൊണ്ടാണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x³/3 പ്ലസ് വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രൽ y square ടൈംസ് എക്സ് എന്ന് കിട്ടും. ഇതിന് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എക്സിനാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എക്സിന് അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ 2³/3 പ്ലസ് 2y square എന്ന് കിട്ടും. ഇതാണ് അപ്പർ ലിമിറ്റ് എന്ന് പറയാം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1^³/3 മൈനസ് y square ടൈംസ് -1 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ
8/3 plus 2y square minus 1 the whole cube minus ആണ് minus minus plus 1/3 plus y square എന്ന് കിട്ടും. അപ്പം സിംപ്ലിഫൈ ചെയ്യാം. 8/3 plus 1/3 ഡിനോമിനേറ്റർ സെയിം ആണ്. 8 plus 1 9 9/3 9/3 3 എന്ന് കിട്ടും. 3 plus 2y square plus y square 3y square എന്ന് കിട്ടും. ഇതാണ് ഇൻസൈഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിലെ ഇൻ്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇൻ്റഗ്രൽ -1 to 2 x square plus y square dx നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ നോക്കുക. ഇൻ്റഗ്രൽ 0 to 2 ഈ ആൻസർ എടുക്കുക. ഇൻ്റഗ്രൽ 0 to 2 ആൻസർ എടുക്കുക. ഏത് 3 plus 3y square dy ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. റൈറ്റ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 3യുടെ ഇൻ്റഗ്രൽ 3y പ്ലസ് y സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ y³/3 ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് 0 to 2 ആണ്. ഈ 3 3 ക്യാൻസൽ ആവും. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 times 2 പ്ലസ് 2 സ്ക്വയർ എന്ന് കിട്ടും. 2³ എന്ന് കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും 0 കിട്ടും. അപ്പോൾ 6 plus 8 നമുക്ക് കിട്ടുന്ന ആൻസർ 14 ആയി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 14 ആണ്. ഓക്കെ, ദിസ് ഇസ് എ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ ലിമിറ്റുകൾ കോൺസ്റ്റന്റ് ലിമിറ്റുകളല്ല. സി ഇവിടെ ഫസ്റ്റ് dy കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ വൈയുടെ ലിമിറ്റ് y is equal to 0 to y is equal to x എന്നാണ് കിട്ടുന്നത്. റൈറ്റ്. ആൻഡ് ഇതാണ് പിന്നത്തെ ലിമിറ്റ് x is equal to 1 to x is equal to 2. ഇത് ഗ്രാഫ് വരച്ച് നോക്കാവുന്നതാണ്, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഗ്രാഫിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് വൺസ് വി ഹാവ് ദിസ് ലിമിറ്റ് ഇറ്റ്സ് ഇനഫ് ടു ഇൻ്റഗ്രേറ്റ്. ഈ ലിമിറ്റ് ഇല്ലെങ്കിലാണ് റീജിയൻ ആയിട്ട് തന്നേക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ റീജിയൻ വരച്ച് നോക്കിയിട്ട് അതിൽ നമ്മൾ ഈ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ഓൾറെഡി ലിമിറ്റ് തന്നിട്ടുണ്ട്, പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഈ ഇൻസൈഡ് ഇൻ്റഗ്രലിനകത്ത് മാത്രമേ എപ്പോഴും വേരിയബിൾസ് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ 0 to x എന്ന് പറയുന്ന വേരിയബിൾ ആണ്. നമ്മൾ വൈയുടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് x എന്ന് കിട്ടും, വേരിയബിൾ ആണ്. പക്ഷേ ഈ പുറത്തെ ലിമിറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും വരാം. ഉണ്ടോ 1 to 2. ഓക്കെ, അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഔട്ട്സൈഡ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എപ്പോഴും നമുക്ക് കോൺസ്റ്റന്റേ കിട്ടത്തുള്ളൂ. ഇവിടെ ഒരിക്കലും വേരിയബിൾസ് വരില്ല. ഓക്കെ, എനിവേ നമുക്ക് ഇൻസൈഡ് ഇൻ്റഗ്രൽ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇറ്റ്സ് ഫ്രം 0 to x dy by x square plus y square ഇതാണ് ഇൻ്റഗ്രൽ അല്ല. അപ്പോൾ y കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ സം 1/a² plus x square ഫോം ആണ് അല്ലേ. ഇവിടെ വേരിയബിൾ y ആണ്, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് x ആണ്. ആ രീതിയിൽ വേണം കാണാൻ. ഓക്കെ, അപ്പോൾ ഫോർമുല എഴുതുമ്പോൾ ഇതിൻ്റെ ഫോർമുല 1/a എന്ന് പറയുന്നത് x ആണ്. 1/a tan inverse of y by x എന്ന് എഴുതും. ഇതിനാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് 0 to x. ഓക്കെ, അതായത് ടാൻ ഇൻവേഴ്സിൻ്റെ ശരിക്കും ഫോർമുല എന്ന് പറയുന്നത് 1/a² plus x square ആണ്. a കോൺസ്റ്റന്റ് x വേരിയബിളുമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ വേരിയബിൾ y-യും കോൺസ്റ്റന്റ് x ആണ്. അപ്പോൾ 1/x tan inverse of y by x എന്ന് എഴുതുക. എന്നിട്ട് y-ക്കാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ y കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ y-ക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്പർ ലിമിറ്റ് x എന്ന് കൊടുത്തു കഴിയുമ്പോൾ 1/x tan inverse of x by x minus 1/x tan inverse of 0 എന്ന് കിട്ടും. Right? So the answer is tan inverse of x by x 1 ആണ്. tan inverse of 1 എന്ന് വെച്ചാൽ pi/4 ആണ്. അപ്പോൾ 1/x times pi/4 minus tan inverse of 0 0 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1/x times pi/4. ഇനി പുറത്തെ ഇൻ്റഗ്രൽ എടുക്കാം. പുറത്തെ ഇൻ്റഗ്രൽ ഞാൻ പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും വരിക 1 to 2 and here we have pi/4 times 1/x dx എന്ന് കിട്ടും. 1/4 കോൺസ്റ്റന്റ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് 1/x എന്ന് പറയുന്നത് log x ആണ് ഫ്രം 1 to 2. സോ ദ ആൻസർ ഈസ് 1/4 ടൈംസ് log 2 മൈനസ് log 1 എന്ന് കിട്ടും. റൈറ്റ്, ആദ്യം തന്നെ log 1 0 ആണ്. അപ്പോൾ ആൻസർ log 2/4 എന്ന് കിട്ടും. log 2 ഒരു പൈ ഉണ്ടായിരുന്നു, pi/4 ആണ്. സോ ദാറ്റ്സ് എ പൈ ഹിയർ. സോ pi log 2/4 എന്നൊരു ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, നൗ ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് y വെച്ചിട്ടാണ്. അപ്പോൾ y-യുടെ ലിമിറ്റ് എന്ന് പറയുന്നതാണ് തന്നിരിക്കുക. y equal to 0 to y is equal to x square and then limit of x equal to 0 to x equal to 4. ഇവിടെ നോക്കി കാണാൻ പറ്റും ഇൻസൈഡ് ഇൻ്റഗ്രലിനകത്ത് നമുക്ക് വേരിയബിൾസ് വന്നിട്ടുള്ളൂ 0-യും x square. ഔട്ട്സൈഡ് ലിമിറ്റ് ഓൾവേസ് കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആയിരിക്കും, 0 to 4 ആണ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻസൈഡ് ഇൻ്റഗ്രൽ എടുക്കാം.
integral 0 to x square e to the power y by x dy. ഓക്കെ, അപ്പോൾ ഇ ടു ദി പവർ വൈ ബൈ എക്സ് നമ്മൾ വൈ കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ആദ്യം. അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഇ ടു ദി പവർ വൈ ബൈ എക്സ് ടൈംസ് വൈയുടെ കോഎഫിഷ്യന്റ് 1 ബൈ എക്സ് ആണ്, 1 ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 ടു എക്സ് സ്ക്വയർ. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് വൈക്കാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇ ടു ദി പവർ എക്സ് സ്ക്വയർ ബൈ എക്സ് മൈനസ് വൈക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ ടു ദി പവർ 0 ബൈ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇ ടു ദി പവർ എക്സ് മൈനസ് 1 ബൈ എക്സ് എന്നാണ് കിട്ടുക. ഇ ടു ദി പവർ എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് കിട്ടും. വെയിറ്റ്, ആക്ച്വലി ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഇത് ഈ 1 ബൈ എക്സ് കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഡിവൈഡ് ചെയ്യാം. ഇ ടു ദി പവർ വൈ ബൈ എക്സ് ഡിവൈഡഡ് ബൈ 1 ബൈ എക്സ് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 1 ബൈ എക്സ്, നോട്ട് മൾട്ടിപ്പിൾ ബൈ, ഡിവൈഡഡ് ബൈ 1 ബൈ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ 1 ബൈ എക്സ് എഴുതുമ്പോൾ ഈ എക്സ് ന്യൂമറേറ്ററിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അത് എക്സ് ടൈംസ് ഇങ്ങനെയാണ് കിട്ടുക, റൈറ്റ്. അതായത് 1 ബൈ എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലേക്ക് വരും, എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ടൈംസ് ആണ് വരിക, പ്രൊഡക്റ്റ് ആണ് വരിക. ഓൾറൈറ്റ്, എക്സ് ടൈംസ് ഇ ടു ദി പവർ എക്സ് മൈനസ് 1 എന്ന രീതിയിലാണ് ഫോർമുല കിട്ടുക. ഓക്കെ, അടുത്തത് ഇനി ഈ ഫംഗ്ഷനാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഔട്ട്സൈഡ് ഇൻറ്റഗ്രൽ 0 ടു 4 എക്സ് ഇ ടു ദി പവർ എക്സ് മൈനസ് 1 ഡി എക്സ്, ഇതാണ് ഫംഗ്ഷൻ. അപ്പോൾ അടുത്ത് ഇതിൻ്റെ ഇൻറ്റഗ്രലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞിട്ടൊരു റൂളുണ്ട്, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. അത് വെച്ചിട്ടാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഫോർമുല എന്നോട് എഴുതാം. അതായത് ഇൻറ്റഗ്രൽ ഓഫ് യു വി ഡി എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈംസ് ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു ടൈംസ് ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഇതാണ് ഫോർമുല, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈംസ് x times integral of e to the power x minus 1. So integral of e to the power x ആണ്, 1 ന്റെ integral x ആണ്. Okay, minus integral of derivative of x is 1, integral of this e raised to x minus x dx കിട്ടും, which is equal to x e to the power x minus x minus ഇതിന് integral എടുക്കുമ്പോൾ again e to the power x പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 ടു 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക. ഇതിനകത്തേക്ക് ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ which is equal to 4 e to the power 4 minus 4. Okay, 4 e to the power 4 minus 4 minus e to the power 4 plus 4 square by 2. Minus e to the power 4 plus 4 square by 2 minus 0 times e to the power 0 minus 0 plus e to the power 0 minus 0 square by 2. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതി. അപ്പോൾ ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. എക്സ് വരുന്നിടത്തൊക്കെ 0 കൊടുക്കും. And when you simplify, this is what you will get. 4 e to the power 4 minus 16 minus e to the power 4 plus 8, ഇത് ഫുൾ 0 ആവും. ഇ ടു ദി പവർ 0 1 ആണ്. ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 4 ഇ ടു ദി പവർ 4ൽ നിന്ന് ഒരു ഇ ടു ദി പവർ 4 പോയാലും നമുക്ക് 3 ഇ ടു ദി പവർ 4 മൈനസ് 16 പ്ലസ് 8 is minus 8 plus 1 is minus 7. So 3 e to the power 4 minus 7 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ ഓൾവേസ് ബി എ കോൺസ്റ്റൻറ്റ്. ഒരിക്കലും നിങ്ങൾക്ക് എക്സിലും വൈലൊന്നും കിട്ടില്ല. കാരണം ഈ പുറത്തെ ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവസാനം നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആൻസർ എന്താ കിട്ടുള്ളൂ, ഇതുപോലൊരു കോൺസ്റ്റൻറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റൻ കൂടി നോക്കാം. 6th ക്വസ്റ്റൻ. ഡെറിവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ x to square root of 2 minus x square y by root of x square plus y square dy by dx. ഓക്കെ, ഇത് രണ്ടും വേരിയബിൾ ലിമിറ്റ്സ് ആണ്, വൈഡ് ലിമിറ്റ് ആണ്. y is equal to x2, y is equal to this one, and this is x equal to 0 to x is equal to 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൈഡ് ലിമിറ്റ്, ഇൻസൈഡ് ലിമിറ്റ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ x to root of 2 minus x square y by root of x square plus y square dy. അപ്പോൾ ഈ ഫംഗ്ഷനെ y കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. y by root of x square plus y square.
അപ്പോൾ ഇൻറ്റഗ്രേഷൻ ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിസൾട്ട് നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്കറിയാം, റൈറ്റ്? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ 1/2 റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും റൂട്ട് എക്സ് ആയിരിക്കും, റൈറ്റ്? ഇതിപ്പോൾ അങ്ങനെ നമുക്ക് കണക്കൂട്ടാം. ഒരു 1/√(x²+y² ആണ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? √(x²+y²), റൈറ്റ് എന്ന് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കൂ. √(x²+y²) ഡെറിവേറ്റീവ് 1/2√(x²+y² ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ വിത്ത് റെസ്പെക്ട് ടു y. ഇതിനെ y കൊണ്ട് വീണ്ടും ഡെറിവേറ്റീവ് കാണും. അപ്പോൾ നമുക്കൊരു 2y എന്ന് കിട്ടും. അപ്പോൾ ആ 2ഉം ഇവിടെ ഒരു 2 വരും, അത് ക്യാൻസൽ ആയി പോയിട്ട് ഇത് തന്നെ കിട്ടും. ആക്ച്വലി ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് √(x²+y² ആണ്. ഓക്കെ, √(x²+y² ആണ്. അപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക, √2 - x². അത് y വരുന്ന സ്ഥാനത്താണ് ലിമിറ്റ് നമ്മൾ കൊടുക്കുക. സോ (x²+y) യുടെ സ്ഥാനത്ത് √2 - x² മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. y യുടെ സ്ഥാനത്ത് x കൊടുക്കുക, (x²+x²). ഈ റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 2 - x² തന്നെ കിട്ടും. x²+x², 2x² ആണ്. x² ക്യാൻസൽ ആവും, അപ്പോൾ നമുക്ക് √2 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇസ് √2 ടൈംസ് x² റൂട്ട് എടുത്താൽ x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ √2 - √2x എന്ന് കിട്ടി. അതാണ് ഇൻസൈഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ കൊടുക്കുക. √2 - √2x ഇൻ്റഗ്രൽ 0 to 1 dx കണ്ടുപിടിച്ചാൽ മതി. സോ ഇൻ്റഗ്രൽ 0 to 1 ഈ ആൻസർ √2 - √2x dx എടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ √2ൻ്റെ ഇൻ്റഗ്രൽ √2x മൈനസ് √2xൻ്റെ ഇൻ്റഗ്രൽ x²/2, ലിമിറ്റ് 0 to 1 കൊടുക്കുക. x-ന് 1 കൊടുക്കുമ്പോൾ √2 - √2/2 ടൈംസ് 1 മൈനസ് x 0 ആകുമ്പോൾ ഇത് രണ്ടും ലോവർ ലിമിറ്റ് 2 0 ആവും. ഇത് എൽസിയം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √2/2 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ, √2/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺസ്റ്റന്റ് ലിമിറ്റ് വരുന്ന ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻ. പിന്നെ വേരിയബിൾ ലിമിറ്റ്സ് വരുന്ന പ്രോബ്ലം. വേരിയബിൾ ലിമിറ്റ് എപ്പോഴും ഇൻസൈഡ് ഇൻ്റഗ്രലിലേ വരുള്ളൂ, ഏറ്റവും ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ എപ്പോഴും കോൺസ്റ്റന്റ് ലിമിറ്റ്സേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നാണ് ഈ പ്രോബ്ലത്തിൽ കൂടി നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ പ്രാക്ടീസ് മോർ സച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.